ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ക്രീൻ റെക്കോർഡർ. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്ക്രീൻ റെക്കോർഡറാണ്. അപ്പോൾ ആദ്യം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന DU സ്ക്രീൻ റെക്കോർഡറാണ്. അതിപ്പോൾ പ്ലേ സ്റ്റോറിൽ കാണില്ല. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. അത് സ്പാമായ കാരണം ഡിലീറ്റ് ആക്കി കളഞ്ഞാണോ എനിക്കറിയില്ല. അപ്പോൾ അതിന് പകരം ഞാൻ കുറേ സ്ക്രീൻ റെക്കോർഡറുകൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് നിങ്ങളേതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു നല്ലൊരു സ്ക്രീൻ റെക്കോർഡറാണ്. വാട്ടർമാർക്കൊന്നുമില്ല. പിന്നെ ഇൻറ്റേർണൽ ഓഡിയോ റെക്കോർഡിങ്ങുള്ള ഒരു നല്ല സ്ക്രീൻ റെക്കോർഡറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിയോ റെക്കോർഡിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഗെയിം പ്ലേ ചെയ്യുകയാണെങ്കിൽ ഗെയിമിൻ്റെ സൗണ്ട് മാത്രം, അതായത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സൗണ്ട് മാത്രം കേൾക്കും. നമ്മുടെ മൈക്കിൻ്റെ സൗണ്ട് കേൾക്കില്ല. നമുക്കത് ഡിസേബിൾ ചെയ്യാം, നമ്മുടെ മൈക്കിൻ്റെ സൗണ്ട്. അപ്പോൾ നമ്മുടെ അല്ലാത്ത ഫോണുകളിൽ, അല്ലാത്ത ഇൻറ്റേർണൽ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളിൽ മാത്രമായിട്ടാണ് അത് എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ ഈ സ്ക്രീൻ റെക്കോർഡർ വെച്ചിട്ട്. സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളെന്ന് വെച്ചാൽ ആൻഡ്രോയിഡിൽ കുറച്ച് ഫോണുകളുള്ളൂ. പിന്നെ റെഡ്മിയുടെ കുറേ ഫോണുകളിൽ പറ്റും. പിന്നെ പുതിയതായിട്ട് ഇറങ്ങുന്ന കുറേ ഫോണുകളിലും പറ്റും. ഐഫോണിൽ എല്ലാത്തിനും സപ്പോർട്ടാവും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളിൽ നമുക്ക് ഇൻറ്റേർണൽ ഓഡിയോ റെക്കോർഡിംഗ് എനേബിൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇൻറ്റേർണൽ ഓഡിയോ റെക്കോർഡിംഗ് എനേബിൾ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ മൈക്ക് ഓൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് ഗെയിമിൻ്റെ സൗണ്ട് കിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളിൽ ഇൻറ്റേർണൽ ഓഡിയോ എനേബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു റെക്കോർഡറാണ്. പിന്നെ കുറേ ഓപ്ഷൻസും ഉണ്ട്. അത് നമുക്ക് വീഡിയോ തുടങ്ങുമ്പോൾ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് എടുക്കാം. എൻജോയ് ടെക് വിത്ത് SLK. അപ്പം ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ സ്ക്രീൻ റെക്കോർഡറാണ് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ സ്പെഷ്യാലിറ്റീസും സെറ്റിങ്സൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതാണ് എക്സ് റെക്കോർഡർ. അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മുടെ ഇൻഷോട്ട് വീഡിയോ എഡിറ്റർ ഉണ്ടല്ലോ, അവരുടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ചുമ്മാ എക്സ് റെക്കോർഡർ എന്ന് അടിച്ചാൽ കിട്ടും. ഇതേ എക്സ് റെക്കോർഡർ എന്ന് അടിക്കുക. എക്സ് റെക്കോർഡർ എന്ന് അടിച്ച് കഴിയുമ്പോൾ തന്നെ ആദ്യം തന്നെ ഈ ആപ്ലിക്കേഷനാണ് നമ്മുടെ ബെസ്റ്റ് സ്ക്രീൻ റെക്കോർഡർ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുക. ഇതിൽ ഞാൻ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞുതരാം. ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഇതിൽ ഒരു ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് ആദ്യത്തെ ഇതെന്ന് വെച്ചാൽ വീഡിയോ എന്ന് പറഞ്ഞ സെക്ഷനാണ്. അവിടെ നമ്മൾ എടുത്തേക്കുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും. ഇവിടെ വീഡിയോ എന്ന് പറഞ്ഞ സെക്ഷനിൽ എടുത്തേക്കുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും. രണ്ടാമത്തേൽ നമ്മൾ ഫോട്ടോ എന്ന് പറഞ്ഞ സെക്ഷനാണ്. നമ്മൾ എടുത്തേക്കുന്ന ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. നമ്മൾ സ്ക്രീൻ റെക്കോർഡർ വെച്ചെടുത്താണ്. പിന്നെ ഇത് റെക്കോർഡ് ബട്ടണാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ പോയി കഴിയുമ്പോൾ നമുക്ക് എഡിറ്റ് വീഡിയോ, എഡിറ്റ് ഫോട്ടോ, മെർജ് വീഡിയോ ആൻഡ് ഫോട്ടോ, മറ്റേത് ആഡാട്ടോ. അപ്പുറം കിടക്കണ ആഡാണ്, താഴെ കിടക്കണൊക്കെ ആഡ്സാണ്. ഓക്കെ. എന്നിട്ട് പിന്നെ ഇവിടെ നമ്മൾ സെറ്റിങ്സിൽ പോയി കഴിയുമ്പോൾ നമുക്ക് റിമൂവ് ആഡ്സ്, നമുക്ക് പൈസ കൊടുത്ത് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാം ആഡ്സ്. പിന്നെ നമുക്ക് റെസൊല്യൂഷൻ സെലക്ട് ചെയ്യാം. ഫുൾ HD കൊടുക്കാൻ പറ്റും. ഫുൾ HD റെസൊല്യൂഷൻ നമുക്ക് കൊടുക്കാം. പിന്നെ ക്വാളിറ്റി അത് ഓട്ടോ കൊടുക്കുക. ഹൈ ആണെങ്കിൽ ഹൈ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ക്വാളിറ്റി. പിന്നെ FPS നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. 60 FPS വരെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫ്രെയിംസ് പെർ സെക്കൻഡ് അത് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഓറിയൻറ്റേഷൻ നമുക്ക് ഓട്ടോ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചരിക്കുന്നതിനനുസരിച്ച് റെക്കോർഡറും ചെരിയും. ലാൻഡ്സ്കേപ്പാണ് കൊടുക്കണമെങ്കിൽ നമുക്ക് ചെരിച്ച് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പോർട്രേറ്റ് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ പിടിച്ചാണ് ഔട്ട് വെച്ചിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ താഴത്തേട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് റെക്കോർഡ് ഓഡിയോ എന്ന് പറഞ്ഞ സെക്ഷനുണ്ട്. ഇത് നമ്മൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഓഡിയോയും കേൾക്കില്ല. നമുക്ക് ചുമ്മാ റെക്കോർഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, ഓഡിയോ ഉണ്ടാവില്ല. അപ്പോൾ ഇത് എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇൻറ്റേർണൽ ഓഡിയോ സപ്പോർട്ടഡ് റെക്കോർഡിംഗ് ഇൻറ്റേർണൽ ഓഡിയോ ഈസ് നോട്ട് അലൗഡ് ബൈ ആൻഡ്രോയിഡിൽ സപ്പോർട്ടല്ല എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യണ ആൻഡ്രോയിഡിൽ പറ്റുമായിരിക്കും. സപ്പോർട്ട് ചെയ്യണ ആൻഡ്രോയിഡ് ഫോണുകളിൽ പറ്റുമായിരിക്കും. എൻ്റെ ഫോണിൽ പറ്റില്ല. അപ്പോൾ പറ്റണ ഫോണുകളിൽ ഇൻറ്റേർണൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും, അല്ലാത്ത ഫോണുകളിൽ പറ്റില്ല. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിയോ എന്ന് വെച്ചാൽ നമുക്ക് ഗെയിം കളിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഗെയിമിൻ്റെ സൗണ്ട് മാത്രം കിട്ടും. പിന്നെ നമുക്ക് താഴത്തേട്ട് വന്നു കഴിയുമ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സേവ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യാനുള്ള ലൊക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഏതെങ്കിലും സിസ്റ്റം UI ക്രാഷ് വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ റെക്കോർഡിംഗ് മോഡ് അത് നമുക്ക് മാറ്റി കൊടുക്കാം. പെർഫോമൻസ് മോഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ആയിരിക്കും. നോർമൽ മോഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നോർമലായിട്ട് കിട്ടും. പെർഫോമൻസ് മോഡ് കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവില്ല നമുക്ക്. പിന്നെ തുടങ്ങുന്നതിന് മുമ്പുള്ള കൗണ്ട് ഡൗൺ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ്ങിൽ 3 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും തുടങ്ങുള്ളൂ. ഇപ്പോൾ 3 സെക്കൻഡാണ് ഞാൻ ഇട്ടേക്കണേ.
പിന്നെ പോപ്പപ്പ് വിൻഡോ ആഫ്റ്റർ ടേക്കിംഗ് സ്ക്രീൻഷോട്ട്. ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഒരു പോപ്പപ്പ് വിൻഡോ പോലെ വരും, നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഹൈഡ് റെക്കോർഡ് വിൻഡോ ഡ്യൂറിങ് റെക്കോർഡിങ്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹൈഡ് ചെയ്യാം. നമ്മുടെ റെക്കോർഡ് വിൻഡോ എന്ന് വെച്ചാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ റെക്കോർഡ് ബട്ടൺ ഹൈഡ് ആയിക്കോളും. ഹൈഡ് ആയിക്കോളും എന്ന് വെച്ചാൽ ആ സ്ക്രീനിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് എല്ലാ ഭാഗവും കിട്ടും. പിന്നെ ഷേക്ക് ഫോൺ ടു സ്റ്റോപ്പ് റെക്കോർഡിങ്. നമ്മൾ അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആയിക്കോളും. അത് പക്ഷേ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഒന്നും നടക്കില്ല, നമ്മൾ ഫോൺ ഷേക്ക് ചെയ്യുമ്പോൾ അത് സ്റ്റോപ്പ് ആയിപ്പോകും. പിന്നെ കീപ്പ് റെക്കോർഡിങ് വെൻ സ്ക്രീൻ ഈസ് ഓഫ്. സ്ക്രീൻ ഓഫ് ആയാലും റെക്കോർഡ് ചെയ്യാൻ പറ്റും, അതൊക്കെ നമുക്ക് എനേബിൾ ചെയ്യാം. പിന്നെയുള്ളതിൻ്റെ ഇതാണ് ടൂൾസാണ് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ളത്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഈ ക്യാമറ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ വെച്ചിട്ട് നമ്മുടെ വീഡിയോ വെച്ചിട്ട് നമുക്ക് ഗെയിം പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ ബ്രഷ് എന്ന് വെച്ചാൽ നമുക്ക് വരച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇന്ന സ്ഥലത്ത് ആണ് മെയിൻ, നമ്മളിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഓപ്ഷൻസൊക്കെ നമുക്ക് ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതൊക്കെയാണ്. പിന്നെ താഴെ വന്നു കഴിയുമ്പോൾ ലാംഗ്വേജ്, FAQ, അങ്ങനെ കുറേ ഓപ്ഷൻസാണ്. ഇത് നമ്മുടെ ഇൻഷോട്ടിൻ്റെ ആണ് കേട്ടോ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബട്ടൺ, കണ്ടോ? ഇപ്പോൾ നമ്മളിത് മിനിമൈസ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ ബട്ടൺ. ഇപ്പോൾ ഇത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ റെഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതിൻ്റെ അപ്പുറത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷ്, സ്ക്രീൻഷോട്ട്, ക്യാമറ, നമ്മൾ നേരത്തെ കണ്ട ആ ടൂൾസാണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം കാണുന്നത് ഹോമാണ്. ഹോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഈ ഭാഗം, നമ്മുടെ വീഡിയോസൊക്കെ കിടക്കുന്ന ഭാഗം. പിന്നെ സെറ്റിങ്സ്, നമ്മൾ നേരത്തെ കണ്ട സെറ്റിങ്സ്. ഇനി ഞാൻ നിങ്ങളെ ബ്രഷിൻ്റെയും ക്യാമറയുടെയും കാണിച്ചു തരാം. അപ്പോൾ ടൂൾസിനെ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് റെക്കോർഡ് ഓണാക്കുക. അപ്പോൾ റെക്കോർഡ് നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രഷും ക്യാമറയും നമ്മൾ ആ റെക്കോർഡ് വിൻഡോ ഹൈഡ് ചെയ്ത് തന്നെ നമുക്ക് മുകളിൽ പോയിട്ട് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ബ്രഷും ഇതും നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കണ്ട സാധനം ഹൈഡ് ആവില്ല. അപ്പോൾ ഞാനത് ഹൈഡ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ടൂൾസിൽ പോയിട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് കൊടുത്ത് കഴിയുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തു, കണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്താൽ സ്ക്രീൻഷോട്ട് എടുക്കും. ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സ്ക്രീനിൻ്റെ ഷോട്ടാണത്. ആ ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് കിട്ടും. ഇനി ഇത് ക്ലോസ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. പിന്നെ ഇവിടെ ടൂൾസിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഓണാക്കി കഴിയുമ്പോൾ നമുക്ക് അലോ കൊടുക്കുക. അലോ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട് ക്യാമറ കിട്ടും, കണ്ടോ? ഇനി അത് ഡിസേബിൾ അതിൻ്റെ ഇതൊക്കെ മാറ്റി കൊടുക്കാം. നമുക്ക് എവിടെ വെക്കേണ്ടതെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് താഴെ പോയി കഴിയുമ്പോൾ ടൂൾസിൽ പോയി കഴിയുമ്പോൾ ക്യാമറ ഡിസേബിൾ ചെയ്യാം കേട്ടോ. ഇനി ബ്രഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം, അല്ല വരച്ചു കൊടുക്കാം. കളയണമെങ്കിൽ ഇറേസിലേക്ക് മതി. ഇറേസിലേക്കിട്ട് ഇങ്ങനെ മാച്ച് കളയാം, അല്ലെങ്കിൽ മൊത്തത്തിൽ കളയാം, അടിച്ച് കളയാം. കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം ബ്രഷിൻ്റെ. പിന്നെ ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്ക്രീൻഷോട്ട് അവിടെ തന്നെ എടുക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസാണ്. ഇതൊക്കെയാണ് മെയിൻ ടൂൾസ് വേണ്ടത്. ഇതൊക്കെ നമ്മുടെ DU റെക്കോർഡിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളാണ്. DU റെക്കോർഡറിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളാണ് കേട്ടോ അത്. അപ്പോൾ DU റെക്കോർഡർ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ഇല്ലാത്ത കാരണമാണ്. ഈ റെക്കോർഡർ അത്യാവശ്യം DU റെക്കോർഡറിലുള്ള എല്ലാ ഓപ്ഷൻസും ഇതിലുണ്ട്, കണ്ടോ? ഇനിയിപ്പോൾ ബ്രഷ് നമുക്ക് ഓഫ് ആക്കണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മൾ റെക്കോർഡ് വിൻഡോ ഹൈഡ് ചെയ്തേക്കണ തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാം ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ റെക്കോർഡ് വിൻഡോ ഹൈഡ് ചെയ്തേക്കുവാണല്ലോ. റെക്കോർഡ് വിൻഡോ ഹൈഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് എല്ലാം ഇവിടെ തന്നെ, ടൂൾസ് എല്ലാം ഇവിടെ തന്നെ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഞാൻ റെക്കോർഡിംഗ് വിൻഡോ ഹൈഡ് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ എനിക്ക് ഇനി ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് താഴത്തായിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ ഏരിയയിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കണ്ടോ, ഇതാണ് പോപ്പപ്പ്. അതായത് നമ്മുടെ വീഡിയോ സേവ് ആയി എന്ന് പറഞ്ഞുള്ള പോപ്പപ്പാണ് ഇത്. നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. ഇവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്യാം. ട്രിം ഉണ്ട്, സ്പീഡ് കൂട്ടാം, മ്യൂസിക് ഇടാം, ടെക്സ്റ്റ് ഇടാം, പിന്നെ എന്താ റേഷ്യോ സെലക്ട് ചെയ്യാം, ക്രോപ്പ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. എന്നിട്ട് സേവ് ചെയ്യാം. അപ്പോൾ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. എഡിറ്റ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ മെയിൻ ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഇതിൻ്റെ ഓപ്ഷൻസൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കണം. ഇതിൻ്റെ വാട്ടർമാർക്ക് ഫ്രീ റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ വാട്ടർമാർക്ക് പോകും. വാട്ടർമാർക്ക് പോകണമെങ്കിൽ ഒരു ആഡ് കണ്ടാൽ മാത്രം മതി.
ഇപ്പോൾ നമുക്ക് വാട്ടർമാർക്ക് ഉണ്ട്, അപ്പോൾ നമുക്ക് ഫ്രീ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 15 സെക്കൻഡിൻ്റെ ആഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ വാട്ടർമാർക്ക് കളയാൻ പറ്റും. ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എഡിറ്റിലായിട്ട് പോയാൽ കേട്ടോ, അല്ലെങ്കിൽ വാട്ടർമാർക്ക് ഉണ്ടാവില്ല. നോർമലി വേണ്ട, വാട്ടർമാർക്ക് പോയി. ആ വീഡിയോയുടെ മൊത്തത്തിലെ വാട്ടർമാർക്ക് നമുക്ക് കളയാൻ പറ്റും. ഒരു ഒറ്റ ആഡ് കണ്ടാൽ മതി 15 സെക്കൻഡിൻ്റെ. എന്നിട്ട് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യുക, എഡിറ്റ് ചെയ്തിട്ട്. ഇത് എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷനിലായിട്ട് ഞാൻ കയറിപ്പോയതാണ്, അല്ലെങ്കിൽ നമുക്ക് വാട്ടർമാർക്ക് ഉണ്ടാവില്ലായിരുന്നു, ആഡും കാണുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ വീഡിയോ കിട്ടണമെങ്കിൽ നമുക്ക് ഗാലറിയിൽ നിന്നും കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പോയാൽ മതി. ഏതാ, ഈ എക്സ് റെക്കോർഡറിൻ്റെ ഉള്ളിൽ പോവുക, എന്നിട്ട് ഇതിൻ്റെ ഹോമിൽ പോവുക. ഹോമിൽ പോയി കഴിയുമ്പോൾ നമുക്ക് കണ്ട നിറച്ച് ആടുണ്ട്, അതാണ് ഒരു പ്രശ്നമുള്ളൂ. ഹോമിൽ പോയി കഴിയുമ്പോൾ നമുക്ക് അതേ കണ്ട നമ്മുടെ വീഡിയോ എടുക്കണം. ഇത് ചുമ്മാ അപ്ലോഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ നമുക്കിത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ കിടക്കും. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവിടെ എക്സിറ്റ് അടിക്കുക. അപ്പോൾ മൊത്തത്തിൽ അത് എക്സിറ്റ് ആവും. ഈ മുകളിൽ പോയിട്ട് എക്സിറ്റ് അടിച്ച് കഴിയുമ്പോൾ കണ്ട എല്ലാ സംഭവങ്ങളും എക്സിറ്റ് ആവും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീൻ റെക്കോർഡറിൻ്റെ ഓപ്ഷൻസും സെറ്റിങ്സും എങ്ങനെ ചെയ്യണമെന്നുള്ളതൊക്കെ കണ്ടു. അപ്പോൾ ഇതിൻ്റെ എന്താ പ്രോസും കോൺസും ഞാൻ പറയാം. പ്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാട്ടർമാർക്ക് ഇല്ല. നമുക്ക് ഒരു ആഡ് കണ്ടിട്ടാണെങ്കിലും വാട്ടർമാർക്ക് കളയാൻ പറ്റും. പിന്നെ നമുക്ക് കുറേ ടൂൾസ് ഉണ്ട്, ബ്രഷ്, ക്യാമറ, സ്ക്രീൻഷോട്ട്, അങ്ങനെ കുറേ ടൂൾസ് ഉണ്ട്. പിന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെക്കോർഡിൻ്റെ ഓപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ കുറേ ഓപ്ഷൻസ്, അങ്ങനെ കുറേ പ്രോസ് ഉണ്ട്. ഒരു കോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ ലൈവായിട്ട് നമുക്ക് ലൈവ് സ്ട്രീം നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ മാത്രമാണ് പറ്റുള്ളൂ. ലൈവ് സ്ട്രീം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിൻ ഇതിൻ്റെ കോണായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനോട് നമ്മൾ താപ്പ് പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.